പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് കൈത്താക്കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ്. ഈ കൈത്താക്കാലത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ശിഷ്യന്മാർ നമുക്ക് പകർന്നു തന്ന നല്ല മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കൈത്താക്കാലത്തിൽ 4-ാമത്തെ ഞായറാഴ്ച 4 വായനകളാണ് ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. 1-ാമത്തെ വായന നിയമാവർത്തന പുസ്തകത്തിലുള്ള വായനയാണ്. എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് പാലിക്കണമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. നിൻ്റെ മക്കളോട് അത് വീട്ടിൽ വെച്ചും വഴിയിൽ വെച്ചും ഉറങ്ങുമ്പോഴും ഒപ്പം തന്നെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴും അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ കൽപ്പന പാലിച്ചാൽ നിത്യരക്ഷ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. 2-ാമത്തെ വായന എസെക്കിയേലിൻ്റെ പുസ്തകത്തിലുള്ള വായനയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലുള്ള വായനയിൽ പാപത്തെ ഒഴിവാക്കി ജീവിക്കണമെന്ന്, നീതിയുടെ മാർഗത്തിൽ നീ സഞ്ചരിക്കണം, നീതി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നും, ഒപ്പം തന്നെ ആ നീതി പ്രവർത്തിക്കുന്നവരെ അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നിനക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും, ആ ഉത്തരവാദിത്തം നീ കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ അവൻ്റെ നാശത്തിന് നീ ഉത്തരവാദിയാകുമെന്നും ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക നൽകി ജീവിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ലേഖന ഭാഗത്തിൽ തെസ്സലോനിക്കർക്ക് ലേഖനം 2-ാം അധ്യായത്തിലെ 13 മുതൽ വചനങ്ങളിൽ കൂടി നിനക്ക് കത്ത് വഴി അല്ലെങ്കിൽ വചനം വഴി ലഭിച്ച കൽപ്പനകളും നിയമങ്ങളും കൃത്യമായി ഉറച്ചെന്ന് പാലിക്കണമെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചാൽ രക്ഷപ്പെടുമെന്നും അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നിയമങ്ങൾ പാലിക്കാം, കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ ആത്മാവോടും സർവ്വശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുവാനും നിത്യരക്ഷ സ്വന്തമാക്കാനും ശ്രമിക്കുകയും ചെയ്യാം. സുവിശേഷത്തിൽ നാം കാണുക ഇന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്വർഗരാജ്യത്തെ ഉപമിക്കുകയാണ് 3 ഉപമകളിൽ കൂടി ഇന്നത്തെ സുവിശേഷത്തിൽ. 13-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് 7 ഉപമ കാണാം. കളകളുടെ ഉപമ, വിത്തുകളുടെ ഉപമ, പുലിമാവിൻ്റെ ഉപമ, ഒപ്പം തന്നെ കടുകുമണിയുടെ ഉപമ. ഇതെല്ലാം സ്വർഗരാജ്യത്തെ വ്യക്തമാക്കുവാൻ വേണ്ടിയുള്ള ഉപമകളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക 3 ഉപമകൾ. അത് ഒന്ന് നിധിയുടെ ഉപമയാണ്, മറ്റൊന്ന് രത്നത്തിൻ്റെ ഉപമയാണ്, മറ്റൊന്ന് വലയുടെ ഉപമയാണ്. 1-ാമത്തെ ഉപമയിൽ സ്വർഗരാജ്യത്തെ വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ആ നിധി കണ്ടെത്തുമെന്ന ഭാഗ്യവാൻ. അതെ, മുൻകാലങ്ങളിൽ നമുക്കറിയാം, ബാങ്കോ അതോടൊപ്പം തന്നെ ചിട്ടിയോ ഒപ്പം തന്നെ ലോക്കറുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പണമോ മറ്റ് വിലപിടിച്ച സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് എന്തെങ്കിലും തുണിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ പൊതിഞ്ഞ് എവിടെയെങ്കിലും ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ വയലിൽ ഒളിച്ചു വയ്ക്കുകയോ ചെയ്യും, മൂടി വയ്ക്കും. അത് കുറേ കാലം കഴിയുമ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചാണ്. എന്നാൽ സംഭവിക്കുന്നത് കുറേയേറെ കാലം കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയോ മറന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്വർണമോ അല്ലെങ്കിൽ നിധിയോ നഷ്ടമായി തീരും. ആരെങ്കിലും ആ നിധി കണ്ടെത്തിയാൽ, മനസ്സിലാക്കിയാൽ ആ നിധി സ്വന്തമാക്കുവാൻ വേണ്ടി അദ്ദേഹം ആ വയൽ വാങ്ങും. മറ്റെല്ലാം വിറ്റിട്ട്, അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് വിറ്റിട്ട് ഈ നിധി ഇരിക്കുന്ന വയൽ വാങ്ങും. അത് അയാൾ സ്വന്തമാക്കാൻ ശ്രമിക്കും. അതുപോലെയാണ് സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യമാകുന്ന ഏറ്റവും വലിയ നിധി എന്ന നാഥൻ ഓർമ്മപ്പെടുത്തുകയും ആ നിധിക്ക് വേണ്ടി മറ്റെല്ലാത്തിനെയും, ഈ ലോകത്തിൻ്റെ സുഖ സന്തോഷങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭക്തൻ്റെ, ഒരു വ്യക്തിയുടെ ജീവിതം. അപ്രകാരം സ്വർഗരാജ്യം സ്വന്തമാക്കാൻ, അങ്ങനെ നിത്യരക്ഷ സ്വന്തമാക്കുവാൻ ശ്രമിക്കണമെന്ന് ദിവ്യനാഥൻ ഇന്നത്തെ ഉപമയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ രത്നത്തിൻ്റെ ഉപമ. രത്നത്തിൻ്റെ ഉപമ പറയുക, ഏറ്റവും വലിയ രത്നം നേടുവാൻ വേണ്ടി വ്യാപാരി അന്വേഷിക്കുന്ന പോലെയാണ്. ആ രത്നം കണ്ടെത്തുമ്പോൾ അദ്ദേഹം മറ്റെല്ലാത്തിനും ഉപേക്ഷിക്കുകയും വില കുറച്ച് കാണുകയും ഈ രത്നം സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്രകാരം രത്നം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവനെ പോലെ നമുക്കും സ്വർഗരാജ്യത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കണമെന്ന് നാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 3-ാമത്തെ ഉപമയിൽ നാം കാണുക, സ്വർഗരാജ്യം കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ വല വലിച്ചു കയറ്റുമ്പോൾ അതിൽ നല്ലതും ചീത്തയുമായ മത്സ്യങ്ങൾ കണ്ടുമുട്ടും. നല്ല മുക്കുവൻ എന്ത് ചെയ്യും? എല്ലാത്തിനും ശേഖരിക്കുകയില്ല, മറിച്ച്
നല്ലതിനെ മാത്രം, വലുതിനെ മാത്രം അദ്ദേഹം എടുത്ത് സൂക്ഷിക്കുകയും മറ്റത് അദ്ദേഹം എറിഞ്ഞു കളയുകയും ചെയ്യും. ഇതുപോലെ യുഗാന്ത്യത്തിൽ സംഭവിക്കുമെന്ന് നാഥൻ ഓർമ്മപ്പെടുകയാണ്. യുഗാന്ത്യത്തിൽ മാലാഖമാർ വന്ന് നല്ല ഒരു കൊയ്ത്ത് നടത്തും. ആ കൊയ്ത്തിൽ നാം പെടുമോ? അല്ലെങ്കിൽ നാം പുറത്തേക്ക് എറിയപ്പെടുമോ? നല്ലത് ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാം ആ കൊയ്ത്തിൽ നല്ലത് ശേഖരിക്കപ്പെട്ട വ്യക്തിക്ക് തുല്യമാകും. നല്ലത് സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടും. ചിത്തതോ തിന്മയും അഹങ്കാരവും വെറുപ്പും വൈരാഗ്യവും കാപട്യവും മറ്റെല്ലാവിധ സൂത്രങ്ങളും നടത്തി ജീവിച്ച വ്യക്തി എറിയപ്പെടും. അവരെ കരച്ചിലും വിലാപവുമായിരിക്കും, പല്ലുകടിയുമുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ നരകത്തിന് തുല്യമായ ജീവിതമായിരിക്കുമെന്ന്. ആ നരകാഗ്നിയിലേക്കാണ് എറിയപ്പെടുക. പ്രിയമുള്ളവരെ, നമുക്ക് നന്മ ചെയ്യാം, നല്ലത് ചെയ്യാം, മറ്റുള്ളവരെ സ്നേഹിക്കാം. ദൈവമായ കർത്താവിനെ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ ആത്മാവോടും പൂർണ്ണമായ ശക്തിയോടും കൂടി സ്നേഹിക്കുകയും എല്ലാ കൽപ്പനകളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നമുക്കത് ദൈവ അരൂപി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ ചുറ്റുമുള്ള സഹോദരങ്ങൾ ദൈവത്തിൻ്റെ മുഖം കാണാൻ ശ്രമിക്കാം. അങ്ങനെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും, സഹോദര സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവമാണല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം സഹോദരങ്ങൾ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും അവർ കഴിയുന്ന വിധത്തിൽ നന്മ ചെയ്തുകൊണ്ടും അങ്ങനെ സ്വർഗരാജ്യത്തിൽ സ്വീകാര്യനാകുന്ന വ്യക്തികളായി തീരാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ കൈത്താക്കാലത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.